നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഭാഗവതത്തിൽ പറയുന്ന അവധൂതൻ പ്രകൃതിയിൽ നിന്ന് തത്വങ്ങൾ ഉൾക്കൊണ്ടതിൽ ചിലന്തിയിൽ നിന്ന് വലിയൊരു പാഠം മനസ്സിലാക്കിയ കാര്യം യദുചക്രവർത്തിയോട് പറയുന്നുണ്ട്. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല, സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടിയായി പ്രകടമാകുന്നത് എന്ന ആധ്യാത്മിക തത്വം വെളിപ്പെടാൻ ഒരു സാധകന് പ്രകൃതി തന്നെ വഴിയൊരുക്കുന്നതിന് ഉദാഹരണമാണ് ചിലന്തിയുടെ വല നെയ്യുന്ന കർമ്മം. ചിലന്തി അതിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ഒരു ദ്രവം കൊണ്ട് തന്നെയാണ് വല നെയ്യുന്നത്. വളരെ വലയങ്ങളും അവയിലൂടെ സഞ്ചരിക്കുവാനുള്ള നൂൽപാലങ്ങളും ഒക്കെയുള്ള വിപുലമായ വലകൾ ചിലന്തികൾ നെയ്യുന്നു. എന്നിട്ട് സ്വയം ഈ വലയിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുകയും ഇര പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവസാനം നെയ്യാൻ ഉപയോഗിച്ച നൂലുകൾ തന്നിലേക്ക് തന്നെ തിരിച്ചെടുത്ത് സ്വസ്ഥമായി ഇരിക്കുകയും ചെയ്യും. ഈശ്വരൻ സൃഷ്ടി ചെയ്യുന്നത് എങ്ങനെയെന്ന് സാധകർക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് ചിലന്തിയുടെ ഉദാഹരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഏകനായ ഈശ്വരൻ തന്നിൽ നിന്നു തന്നെയുള്ള സാമഗ്രി കൊണ്ട് അനേകമായ പ്രപഞ്ചരൂപത്തിൽ പ്രകടമാകുന്നു. അവസാനം പ്രപഞ്ചത്തെ തന്നിലേക്ക് തന്നെ തിരിച്ചെടുത്ത് ഏകനായി നിലകൊള്ളുകയും ചെയ്യുന്നു. തുടർന്ന് അമൃതധാരയായി നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഗുരുവചനം കേൾക്കാം. ഏതു പ്രതിബന്ധത്തിലും തളരാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിരന്തര സാധനയുണ്ടാകാതെ പറ്റില്ല. മാതാ അമൃതാനന്ദമയി ദേവി. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ഛന്ദ ശാഖിശിഖാന്വിതൈർദ്വിജവരൈ സംസേവിതേ ശാശ്വതേ സൗഖ്യപാദിനി ഖേദഭേദിനി സുധാസാരൈ ഫലൈർദീപിതേ ചേത പക്ഷിശിഖാമണി ത്യജവൃഥാ സഞ്ചാരമന്യൈരലം നിത്യം ശങ്കരപാദപദ്മയുഗളീ നീടേ വിഹാരം കുരു ഛന്ദ ശാഖിശിഖാന്വിതൈർദ്വിജവരൈ സംസേവിതേ ശാശ്വതേ സൗഖ്യപാദിനി ഖേദഭേദിനി സുധാസാരൈ ഫലൈർദീപിതേ ചേത പക്ഷിശിഖാമണി ത്യജവൃഥാ സഞ്ചാരമന്യൈരലം നിത്യം ശങ്കരപാദപദ്മയുഗളീ നീടേ വിഹാരം കുരു. തുടർന്ന് ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം. അസൂയ, ക്രോധം, കാമം,
മതമാത്സര്യാദികളായ മൃഗീയ വാസനകളെല്ലാം ഗിരീശനായ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഓടി ഒളിക്കും. അതുകൊണ്ട് ശ്രീ പരമേശ്വരൻ തൻ്റെ ഉള്ളിൽ താമസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശിവാനന്ദലഹരിയിലെ 44-ാം ശ്ലോകം ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ശ്രീ ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 44-ാമത്തെ ശ്ലോകം പഠിക്കുന്നു. അവിടെ എൻ്റെ മനസ്സാകുന്ന ഗുഹയിൽ ചേതഃകുഹരേ, എൻ്റെ ചേതസ്സാകുന്ന മനസ്സാകുന്ന ഗുഹയിൽ പഞ്ചമുഖ അസ്തി, പഞ്ചമുഖനുണ്ട്. സാക്ഷാൽ പരമശിവൻ നിവസിക്കുകയാണ്. എന്നിരിക്കെ എനിക്ക് എന്ത് ഭയമാണ്, എനിക്ക് എന്തിൽ നിന്ന് ഭയമാണ്? കുതഹ ഭീഹി, എനിക്ക് എവിടെ നിന്ന് ഭയം ഉണ്ടാവാനാണ് എന്ന് പറഞ്ഞു. അവിടെ 2 അർത്ഥതലങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് പഞ്ചമുഖൻ എന്നുള്ളതിന് ശിവൻ എന്നുള്ള അർത്ഥം, പഞ്ചമുഖൻ എന്നുള്ളതിന് പ്രസിദ്ധമായ അർത്ഥം സിംഹം എന്നാണ്. ഇനി ശിവനെ തന്നെ കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദി വന്യജന്തുക്കളെ നശിപ്പിക്കുന്ന സിംഹമായിട്ടും കൽപ്പിക്കുന്നു. അപ്പം സിംഹമെന്ന് പറഞ്ഞാലും ശിവകൽപ്പനയാവാം, ശിവനെന്നുമാകാം. ഇപ്പം ശിവൻ, സാക്ഷാൽ പരമശിവൻ എൻ്റെ മനസ്സാകുന്ന ഗുഹയിൽ താമസിക്കുന്ന കാലത്തോളം എനിക്ക് ആരെ ഭയപ്പെടാനാണ്? വനത്തിൽ വെച്ച് ഏറ്റവും ശക്തനായ സിംഹം എൻ്റെ സ്വാധീനത്തിൽ എൻ്റെ മനസ്സിൽ താമസിക്കുകയാണ്. പിന്നെ എനിക്ക് മറ്റേത് ജന്തുവിനെ ആരെ ഭയപ്പെടാനാണ് എന്നർത്ഥം. മാനിനെ അടയാളമാക്കിയിട്ടുള്ളവൻ ശിവൻ, അഥവാ കൈകൊണ്ട് മാനിനെ അടിച്ച് കൊല്ലുന്ന സിംഹം, ഗജാസുരനെ ഹിംസിച്ച ശിവൻ, അഥവാ കാട്ടിലെ ആനയെ ഭഞ്ജിക്കുന്ന, അടിച്ചു കൊല്ലുന്ന സിംഹം. ഇങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളെ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചു. തുടർന്ന് കരലഗ്നമൃഗകരീന്ദ്രഭംഗോ ഘനശാർദൂല വിഖണ്ഡനോസ്തജന്തു ഗിരിശോ വിശദാകൃതിശ്ച ചേതഃ കുഹരേ പഞ്ചമുഖോസ്തി മേ കുതോഭി. അസ്തജന്തു എന്നാണ്. അസ്തജന്തു എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ മുഴുവൻ നിരസിക്കപ്പെട്ട. താത്പര്യം, സിംഹത്തിൻ്റെ സമീപത്തിൽ മറ്റ് ജന്തുക്കളൊന്നും നിവസിക്കില്ല. അപ്പോൾ മറ്റെല്ലാ ജന്തുക്കളെയും ദൂരേക്ക് അകറ്റുന്ന സിംഹം എൻ്റെ ഉള്ളിലുണ്ട്. ഇനി ശിവൻ എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ മൃഗീയ വാസനകൾ മുഴുവൻ ശിവസാന്നിധ്യത്തിൽ ഇല്ലാതാകുന്നു. അപ്പോൾ സാമാന്യമായ ജന്തു സഹജങ്ങളായ വൃത്തികൾ, അസൂയ, ക്രോധം, കാമം, മതം, മാത്സര്യം, ദംഭം, ദർപ്പം, ശാഠ്യം, കുഹകം, അങ്ങനെ മായാവിത്വം, ഇങ്ങനെയുള്ള ചിത്തദോഷങ്ങളാകുന്ന മൃഗങ്ങളൊന്നും, ജന്തുക്കളൊന്നും ശിവസന്നിധിയിലുണ്ടാവില്ല. അതുകൊണ്ട് അഷ്ടജന്തു, അങ്ങനെയെല്ലാമുള്ള ഗിരീശൻ, ഗിരിയിൽ ശയിക്കുന്നവൻ ശിവൻ, അഥവാ പർവ്വതത്തിൽ വസിക്കുന്നവൻ സിംഹം, വിശദാകൃതി, വിശദമായ വിപുലമായ ആകൃതിയോടൊത്തവൻ, വിശദമായ സ്ഫടികമയമായ ശുഭ്രവർണ്ണത്തോടൊത്തവൻ. അപ്പോൾ വിശദാകൃതി എന്നുള്ളത് കുഞ്ചിരോമങ്ങളോടുകൂടി വളരെ വിപുലമായ ആകൃതിയോടുകൂടിയ സിംഹം എന്നൊരർത്ഥം, അല്ലെങ്കിൽ ശുഭ്രഭാവത്തോടു കൂടിയ ശിവൻ എന്നർത്ഥം. ഇങ്ങനെയെല്ലാമുള്ള പഞ്ചമുഖൻ എൻ്റെ മനസ്സാകുന്ന ഗുഹയിലുണ്ട് എന്നിരിക്കെ എനിക്ക് ആരെ ഭയപ്പെടാനാണ്? ഭക്തൻ്റെ അഭയഭാവമാണ്. എപ്പോഴും എല്ലായ്പ്പോഴും തൻ്റെ രക്ഷയ്ക്ക്
തന്നുള്ളിൽ തന്നെ ഭഗവാൻ നിവസിക്കുന്നു എന്ന ഭക്തൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ കാണുന്നത്. തുടർന്ന് നമുക്ക് 45-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഛന്ദശാഖി ശിഖാന്വിതൈർദ്വിജവരൈ സംസേവിതേ ശാശ്വതേ സൗഖ്യാപാദിനി ഖേദഭേദിനി സുധാസാരൈ ഫലൈർദീപിതേ ചേതപക്ഷിശിഖാമണേ ത്യജവൃഥാ സഞ്ചാരമന്യൈരലം നിത്യം ശങ്കരപാദപത്മയുഗളീ നീടേ വിഹാരം കുരു. ഹേ ചേതപക്ഷിശിഖാമണേ, മനസ്സാകുന്ന പക്ഷിശ്രേഷ്ഠ. ഇവിടെ സ്വന്തം മനസ്സിനെ പക്ഷിശ്രേഷ്ഠനായിട്ട് കൽപ്പിച്ചിരിക്കുകയാണ്. അരികിലും അകലെയുമെല്ലാം പറന്ന് വിഹരിക്കുന്ന പക്ഷി, പരിമിതിയില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി. അങ്ങനെയുള്ള പക്ഷിയാണ് മനസ്സ്. ഈ മനസ്സിനോട് നീ അങ്ങും ഇങ്ങും ഒന്നും പോണ്ട, ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ വസിക്കൂ എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ശ്ലോകമാണ്. നമുക്കത് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ക്ഷേത്രങ്ങൾ, സാധനാ കേന്ദ്രങ്ങൾ. ക്ഷേത്രാചാരങ്ങൾ വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശ്രീ ജയനാരായണൻ സംസാരിക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ, ക്ഷേത്രാരാധനാക്രമത്തിൽ നമ്മൾ പല വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഉപാസന എന്ന് പറയുന്ന സങ്കല്പത്തെ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ ശ്രദ്ധ, ഭക്തി, പവിത്രത, ഒരു ക്ഷേത്ര ആരാധനാക്രമത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്ന സംഗതികൾ ഇതൊക്കെയാണ് എന്നും പറയുകയുണ്ടായി. തുടർന്നാണ് ഉപാസന എന്ന് പറയുന്ന ഒരു വിഷയത്തെ എടുത്തത്. എങ്ങനെയാണ് ഒരു ഉപാസന, ഒരു ക്ഷേത്രോപാസകനാകാൻ സാധിക്കുക എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ആ ഒരു വിഷയം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ജപയജ്ഞം എന്ന് പറയുന്നൊരു വിഷയം. ജപിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു ഉപാസകൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം നിത്യവും ജപം ചെയ്തുകൊണ്ടിരിക്കുക, ഈശ്വരനാമത്തെ ജപിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു സങ്കല്പമാണ്. വിശേഷപ്പെട്ട മന്ത്രങ്ങളെ, അവനവന് ഉപദേശരൂപേണ കിട്ടിയിട്ടുള്ള മന്ത്രങ്ങളെ ജപം ചെയ്യുക എന്ന് പറയുന്ന ഒരു തലമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ച സാലോക്യ, സാമീപ്യ, സാരൂപ്യ, സായുജ്യ മുതലായിട്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ആ തലങ്ങളിലേക്ക് ഒരു ഉപാസകൻ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായും അനുഷ്ഠിക്കേണ്ടത് ജപയജ്ഞം എന്ന് പറയുന്ന ഒരു യജ്ഞം തന്നെയാണ്. എത്ര കണ്ട് ജപിച്ചാലും അതൊന്നും കുറവായി തീരില്ല, അല്ലെങ്കിൽ അത് ദോഷമായി തീരില്ല. എത്രയധികം ജപസാധന ചെയ്യുന്നുവോ അത്രയധികം അതിൻ്റെ ഫലം ഉണ്ടാകും എന്നുള്ളതാണ് ഈ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം. നല്ലൊരു ഉപാസകനാകണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഭക്തനാകണമെന്നുണ്ടെങ്കിൽ ഒരുവൻ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായൊരു ഗുണം എന്ന് പറയുന്നത് ഈ ജപം ചെയ്യുക എന്ന് പറയുന്ന തലം തന്നെയാണ്. എന്താണ് ജപിക്കേണ്ടത്, എങ്ങനെയാണ് ജപിക്കേണ്ടത്, എപ്പോഴാണ് ജപിക്കേണ്ടത് എന്നുള്ളതിനും പ്രാധാന്യം അർഹിക്കുന്ന ചിന്തയ്ക്ക് വകുപ്പുള്ള വിഷയങ്ങളാണ്. എന്താണ് ജപിക്കേണ്ടതെന്ന് വെച്ചാൽ അവനവൻ്റെ ഉപാസനാമൂർത്തി ആരാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ ഉപാസനാമൂർത്തിക്ക് ഏറ്റവും അനുയോജ്യമായ മന്ത്രത്തെ ഉരുക്കഴിക്കുക, ജപിക്കുക, അല്ലെങ്കിൽ നാമരൂപത്തെ ജപിക്കുക എന്ന് പറയുന്നതാണ്. വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ഗുരുമുഖത്തിൽ നിന്ന് ഉപദേശരൂപേണ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് കിട്ടാത്ത പക്ഷം പഞ്ചാക്ഷരമോ അഷ്ടാക്ഷരമോ പോലുള്ള അക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ള ദേവനാമങ്ങൾ, ഭഗവത് നാമങ്ങളോട് ചേർന്നിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതിന് പ്രത്യേകിച്ച് ഉപദേശങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ പഞ്ചാക്ഷരവും അഷ്ടാക്ഷരവും നമുക്ക് ജപിക്കാവുന്നതാണ്. അത്തരം ജപങ്ങൾ ചെയ്ത് ഈ ഭഗവത് സ്വരൂപത്തെ കടാക്ഷിക്കുന്നതിന് വേണ്ടുന്ന, അല്ലെങ്കിൽ ഭഗവത് സ്വരൂപം നമ്മളിൽ തെളിയുന്നതിന് വേണ്ടുന്ന തരത്തിലുള്ള ശ്രദ്ധയും ഭക്തിയും പവിത്രതയും നമുക്ക് പുലർത്തിക്കൊണ്ട് ഉപാസന ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് പരമമായ കാര്യം. നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് കൃത്യമായ ശ്രദ്ധയോടുകൂടി, കൃത്യമായ പവിത്രതയോടുകൂടി ഏത് സമയത്താണോ നമുക്ക് ഒരു ദേവനെ ഉപാസിക്കാൻ സാധിക്കുന്നത് ആ സമയമാണ് ജപസാധനയ്ക്കായിട്ട് നമുക്ക് പ്രാധാന്യത്തോടു കൂടി തിരഞ്ഞെടുക്കേണ്ടത്. വിശേഷിച്ച് പുലർകാലങ്ങളിലും
സന്ധ്യാസമയങ്ങളിലുമൊക്കെയാണ് നാമജപങ്ങൾക്കും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം. ക്ഷേത്രത്തിൽ ചെന്നുകൊണ്ടോ ക്ഷേത്രത്തിലിരുന്നു കൊണ്ട് ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്രമൂർത്തിയെ, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉപാസനാമൂർത്തിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടോ ഒരു ദീപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടോ ഒക്കെ നമുക്ക് ജപം ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ജപസാധനയിലൂടെ നമ്മൾ സ്വയം ആ ഒരു ഉപാസനയുടെ പൂർണ്ണതലങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് പരമമായ ഒരു പ്രാധാന്യമർഹിക്കുന്ന ഒരു ജപസാധനയുടെ ലക്ഷ്യം. അവസാനമായി ദീപാരാധനയാണ്. ഭഗവത് സന്നിധിയിലേക്കുള്ള തീർത്ഥയാത്രകളിൽ ഏറ്റവും പുണ്യമാർന്ന ഇടങ്ങളിൽ ഒന്നു തന്നെയാണ് കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ക്ഷേത്രമുറ്റത്തെത്തി മുകളിലേക്കുള്ള പടവുകൾ കയറുമ്പോൾ ഭക്തന്റെ ആത്മതലങ്ങളിൽ ഭഗവാന്റെ പദചലനങ്ങൾ തിരിച്ചറിയുന്നത് പോലെ. നെറുകയിലെ മയിൽപ്പീലിയുടെ തിളക്കം, മകരകുണ്ടലങ്ങളുടെ നാദം, മുരളികയിലൂടെ ഒഴുകുന്ന മോക്ഷമാർന്ന രാഗം, മണിമാറിലെ വനമാലയുടെ സുഗന്ധം, സ്വാസ്ഥ്യത്തിൻ്റെ മഹാപ്രപഞ്ചത്തിലേക്ക് ഭക്തമാനസങ്ങളെ നയിക്കുന്ന ഭഗവാന്റെ പാൽപുഞ്ചിരി. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഭഗവാനെ അറിഞ്ഞ് അനുഭവിക്കാൻ കഴിയുന്നതുപോലെയുള്ള പുണ്യമാർന്ന ദർശനാനുഭവം തന്നെയാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓരോ ഭക്തജനങ്ങൾക്കും പകർന്നു നൽകുന്നത്. അതിപുരാതന ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഏറെ പ്രസിദ്ധമാണ് കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രരേഖകളിൽ പോലും ആശ്രാമം എന്ന ദേശത്തെക്കുറിച്ചും പുണ്യപുരാതനമായ ഇവിടത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുവെന്നത് ചരിത്ര സത്യമാണ്. അതിപുരാതന മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രസിദ്ധമാണ് കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തിരുവിതാംകൂറിൽ അക്കാലത്ത് രാജകുടുംബാംഗങ്ങളുടെ ഹിതപ്രകാരം പണികഴിപ്പിക്കപ്പെട്ട പ്രസ്തുത ക്ഷേത്രം ആദ്യത്തെ ഉണ്ണികൃഷ്ണ ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. പുരാതന ക്ഷേത്ര വാസ്തുശില്പകലയോട് ഏറെ ചേർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രം അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്കുള്ള ജലപാത വഴി വഞ്ചിയിലൂടെ വഞ്ചിപ്പാട്ടും പാടി കടന്നുപോകുന്ന തമ്പുരാക്കന്മാർ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ട് നിർവൃതി നേടുക പതിവായിരുന്നു. ക്ഷേത്രപ്പണികൾക്കുള്ള എല്ലാ സാധന സാമഗ്രികളും തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ചുകൊടുത്ത് പണി തീർത്തതായി കരുതപ്പെടുന്നു. 4 കെട്ടും ചുറ്റമ്പലത്തോടുകൂടിയ ശ്രീകോവിലും സ്വർണ്ണക്കൊടിമരവുമുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രക്കുളം കുഴിച്ചെടുത്ത മണൽ കൊണ്ട് രൂപപ്പെട്ട കുന്നിൻ മുകളിലാണ്. അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ക്ഷേത്രക്കുളം അതിവിശാലമാണ്. ഇത് ചുറ്റുമുള്ള പ്രകൃതിക്ക് കുളിർമയേകി നിലകൊള്ളുന്നു. ഇവിടത്തെ ശ്രീകോവിലിലെ കണ്ണന്റെ ആകാരവടിവൊത്തിണങ്ങിയ ശില്പം പൂർണ്ണമായും കൃഷ്ണശിലയിൽ കൊത്തിയുണ്ടാക്കിയതാണ്. തൃക്കൈയിൽ വെണ്ണയുമായി പുഞ്ചിരി തൂകി
ഭക്തജനങ്ങൾക്ക് വരപ്രസാദം നൽകുന്ന ഉണ്ണികൃഷ്ണന്റെ തിരുരൂപം ഭക്തജനങ്ങൾക്ക് ആത്മസായുജ്യമേകുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ കൃഷ്ണവിഗ്രഹമായി ഇവിടത്തെ ഉണ്ണികൃഷ്ണ വിഗ്രഹത്തെ കരുതപ്പെടുന്നു. ശ്രീകോവിലിന്റെ പഴമ നിലനിർത്തിക്കൊണ്ടുതന്നെ 1996 ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞു. കണ്ണനെ കാണുന്നതുപോലെ തന്നെ ആനന്ദാമൃതമായ രൂപഭംഗിയാണ് ക്ഷേത്രത്തിൻ്റേത്. ഭഗവാന്റെ ശരീരം തന്നെയാണല്ലോ ക്ഷേത്രമായി സങ്കല്പിക്കുന്നതും. നാലമ്പലത്തിനുള്ളിൽ ഒരു പ്രദക്ഷിണം നടത്തുമ്പോൾ തന്നെ ഉള്ളിൽ നിറയുന്ന ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളിൽ അലിഞ്ഞു ചേരുന്ന ഭക്തർ തൻ്റെ മനസ്സ് ഭഗവാന് തന്നെ സമർപ്പിച്ച് ആനന്ദത്തിൽ അലിഞ്ഞു ചേരുന്നു. നാലമ്പലത്തിനുള്ളിലും പുറത്തുമായി ഉപദൈവങ്ങളെയും പൂജിക്കുന്നു. ക്ഷേത്രത്തിനു പുറത്ത് കാവിനോട് ചേർന്ന് ശാസ്താവിനായി ഒരു പ്രത്യേക ക്ഷേത്രവും നിലനിൽക്കുന്നുണ്ട്. വ്രതശുദ്ധിയുടെ ഈ മണ്ഡലകാലത്ത് ഇവിടുത്തെ ക്ഷേത്രദർശനം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാകുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ ശാസ്താവിൻ്റെ പ്രതിഷ്ഠാരൂപമാണ് ഇവിടെയുള്ളത്. ആനപ്പുറത്തിരിക്കുന്ന ശാസ്താവിൻ്റെ വിഗ്രഹരൂപം മണ്ഡലകാലത്തെ അയ്യപ്പ ഭക്തന്മാർക്ക് പുണ്യമാർന്നൊരു ദർശന സൗഭാഗ്യമാണ് നൽകുന്നത്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമ ഗോവിന്ദായ നമ ഗോവിന്ദായ നമ. സായാഹ്ന പൂജകൾക്കായി ക്ഷേത്രാന്തരീക്ഷമൊരുങ്ങി. ഇവിടുത്തെ ഓരോ മരങ്ങളിലും ഇലകളിലും ഭഗവാന്റെ മുരളീരവം നിറയുമ്പോൾ ക്ഷേത്രദീപങ്ങളും തെളിയുന്നു. ദ്വാരകാപുരി പോലെ ക്ഷേത്രം ദ്വാപരസന്ധ്യയിൽ അമരുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ ഭക്തജനങ്ങൾക്ക് ദർശനമരുളുവാനായി ഭഗവാൻ അണയുന്നു. ഓരോ ഭക്തജനങ്ങളും ശ്രീകോവിലിലേക്ക് തന്നെ മനവും ശരീരവും ആത്മാവും സമർപ്പിച്ചു. ദീപാരാധനയായി ഭഗവത് ദർശനം പുണ്യദർശനമായി. അങ്ങനെ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രദർശനം ഓരോ മനസ്സുകളിലും വൃന്ദാവനമാകുന്നു.